നമ്മൾ HTTP മെത്തേഡുകൾ അല്ലെങ്കിൽ റിക്വസ്റ്റ് ടൈപ്പുകൾ പറഞ്ഞു. ഗെറ്റും പോസ്റ്റും പുട്ടും പാച്ചും ഒക്കെ നമ്മൾ കണ്ടു. പിന്നെ അടുത്തായിട്ട് നമുക്ക് പുതിയൊരു സാധനം പരിചയപ്പെടാം. അപ്പോൾ അതിന് മുമ്പേ നമുക്കൊരു ശരിക്കുള്ള ഇതുവരെ നമ്മൾ കുറച്ച് കൺസെപ്റ്റുകൾ പറഞ്ഞതാണ്. എങ്ങനെയാണ് ഈ കൺസെപ്റ്റുകൾ യൂസ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ബാക്ക് എൻഡ് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മളെ സാധാരണ എക്സ്പ്രസ് എന്തൊക്കെയാണോ ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇവിടെ app.use_express.json കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തതിന് റീസൺ എന്താ വെച്ചാൽ നമ്മൾ പോസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് റിക്വസ്റ്റിൽ ബോഡിനകത്ത് ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതില്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയിട്ടാണ് കിട്ടുക. ഞാനിവിടെ ഒരു വാരിയബിൾ ഉണ്ടാക്കുകയാണ്, കോൺസ്റ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് അതിനകത്ത് ഒരു യൂസറിനെ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ നെയിം എന്ത് ചെയ്യാണ്, അലക്സ്, ഇമെയിൽ alex@gmail.com. അതിന് മുന്നേ ഒരു ഐഡിയും കൊടുക്കാം കേട്ടോ. ഐഡി ഞാൻ 1 കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ഒരു അറേ ഉണ്ടാക്കിയിരിക്കുകയാണ്. അറേനകത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതായത് കേളി ബ്രേസിനുള്ള സാധനത്തിന് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. അതിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഐഡി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്, നെയിം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്, ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. എനിക്ക് വേറൊരു യൂസർ ഉണ്ടാക്കണേ ഞാൻ കോമ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ID 2 കൊടുക്കുകയാണ്. അലക്സ് എന്നുള്ള മാറ്റിയിട്ട് ജോ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്, 2 യൂസേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ യൂസേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എൻഡ് പോയിന്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ എൻഡ് പോയിന്റ് ഉണ്ടാക്കുക അങ്ങനെ app.get പറയുക, പോസ്റ്റ് പറയുക, പുട്ട് പറയുക. നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ ഗെറ്റ് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഇതിന് പകരം യൂസേഴ്സിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ യൂസേഴ്സ് എൻഡ് പോയിന്റിൽ ആരെങ്കിലും ഗെറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് വരാം. അപ്പോൾ ഈ ഹലോ വേൾഡിന് പകരം നമ്മൾ എന്താണ് JSON കൊടുക്കുകയാണ്. ഓക്കെ, rs.json. അപ്പോൾ rs.json എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, JSON എന്ന് വെച്ചാൽ എന്താണ്, ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ എന്നാണ്. ഒന്നുമില്ല, ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ പെട്ടിൻ്റെ ഉള്ളിലുള്ള സാധനത്തെ നമുക്ക് ട്രാൻസാക്ഷനിലൂടെ, അതായത് നമ്മൾ സർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്കും ക്ലയൻറ്റിൽ നിന്ന് സർവറിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റിക്വസ്റ്റ് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇതേ സാധനത്തിന് അയക്കാൻ പറ്റും. സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ അയക്കാം. അപ്പോൾ അവിടെ നമുക്ക് ഇതേപോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ JSON ആയിട്ട് അയക്കണം. എന്താണ് അയക്കണത്, ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ യൂസേഴ്സ് എന്നുള്ള ആ ഒരു അറേ അങ്ങനെ തന്നെ അയക്കാണ്. ഓക്കെ, അതായത് യൂസേഴ്സ് എന്നുള്ള എൻഡ് പോയിന്റിൽ ഒരു ഗെറ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് JSON ആയിട്ട് എന്ത് കിട്ടണം, യൂസേഴ്സിന് കിട്ടണം, അത് ഈ അറേ കിട്ടണം. നമുക്കൊന്ന് നോക്കാം. ഞാൻ സേവ് ചെയ്യണേ, സേവ് ചെയ്തു. എന്നിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് npm റൺ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെർവർ റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തണ്ടർ ക്ലയൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് തണ്ടർ ക്ലയൻറ്റ് തുറക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ ന്യൂ റിക്വസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്ത റിക്വസ്റ്റ് ആയാലും മതി, എങ്ങനെയാലും കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കളയാം, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കളയാം. എന്നിട്ട് ഇവിടെ ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കുക. നമ്മൾ ഹലോ വേൾഡ് വരുന്നുണ്ട്. കാര്യം എന്താ, ഈ ഒരു റൗട്ടിൽ ഗെറ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഹലോ വേൾഡാണ് വരേണ്ടത്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി യൂസേഴ്സ് എന്നുള്ള അവിടെ ഗെറ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താ നടക്കുക നോക്കാം. അപ്പോൾ നമുക്ക് /users ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു നോക്കാം. കണ്ടോ, അപ്പോൾ സംഭവം വന്നിട്ടുണ്ട്. പക്ഷെ വന്നത് എന്താണ്, ഒരു JSON ഒബ്ജക്റ്റ് നമ്മൾ വിളിക്കും. JSON ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ എന്നാണ് കീ വാല്യൂ പേസ് ആയിട്ട് ഉണ്ടാവാം. കണ്ടോ, അപ്പോൾ ഇതിൽ നമ്മൾ ആ യൂസേഴ്സ് എന്നുള്ള അറേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇത് റിയാക്ട് ഫ്രണ്ട് എൻഡിൽ നിന്നാണ് കാണിച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡാറ്റ കിട്ടും. ഇതൊരു അറേ അല്ലേ, ഈ അറേനെ നമുക്ക് ലൂപ്പ് ചെയ്ത് പോയിട്ട് നമുക്ക് ഓരോ യൂസറിനെ ഇങ്ങനെ ഒരു സർക്കിൾ പോലെ ആയിട്ടൊക്കെ കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, യൂസേഴ്സിന് കിട്ടാനുള്ള എൻഡ് പോയിൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഒരു സ്പെസിഫിക് യൂസറിനെ മാത്രം കിട്ടുന്ന ഒരു എൻഡ് പോയിൻ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളെന്താ യൂസേഴ്സ് എന്നുള്ള എൻഡ് പോയിന്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ യൂസറിനെയും കിട്ടും. ഇപ്പോൾ ഇവിടെ 2 യൂസറേ ഉള്ളൂ, ഇപ്പോൾ എല്ലാ യൂസറിനും കിട്ടും. ഇപ്പോൾ 3 യൂസറിനും കിട്ടും. നമുക്ക് ഒരു സ്പെസിഫിക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ users/1 എന്നുള്ള എൻഡ് പോയിന്റ്, അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അലക്സിനെ മാത്രം കിട്ടണം. 2ൽ പോയി കഴിഞ്ഞാൽ ജോനെ മാത്രം കിട്ടണം. 3ൽ പോയി കഴിഞ്ഞാൽ 3 ആരെങ്കിലും ഉണ്ട് അയാളെ മാത്രം കിട്ടണം. സ്പെസിഫിക് ആയിട്ടുള്ള ആളെ കിട്ടാനുള്ള ഒരു എൻഡ് പോയിന്റ് സെറ്റാക്കി എന്നിട്ട് നമ്മൾ എന്താണ് ഇത് തന്നെ കോപ്പി പേസ്റ്റ് ആണ്. ഓക്കെ, കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കറിയാം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ വേരിയബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഞാനിവിടെ ID സെറ്റ് ചെയ്യാണ്. ഓക്കെ, ID എന്നുള്ളൊരു പേരിലാണ്, പേരെന്താണെങ്കിലും എടുക്കുക, ID ആണ്. നമ്മൾ ഇവിടെ ID എന്ന് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ID തന്നെ കൊടുത്താണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, യൂസേഴ്സ് എന്നുള്ള നേരെ കൊടുക്കുന്നതിന് പകരം യൂസേഴ്സ് എന്ത് ചെയ്യണം, ഫൈൻഡ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറേനകത്തുള്ള ഏതെങ്കിലും ഒരു സാധനത്തിനെ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ് ഫൈൻഡ്. അപ്പോൾ ഫൈൻഡിനകത്ത് നമ്മളൊരു ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. ആ ഫംഗ്ഷൻ എന്താ, ടെസ്റ്റ് ചെയ്യും, ഓരോ ഒബ്ജക്റ്റിനെ ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് മാച്ച് ആവുന്ന ആളെയാണ് റിട്ടേൺ ചെയ്യാം. അതായത് ഞാൻ എന്ത് ചെയ്യാണ്, ഫൈൻഡിനകത്ത് നമ്മൾ ഒരു യൂസറിനെ ഇൻപുട്ടായിട്ട് എടുക്കും. ഓക്കെ, എന്നിട്ട് ആ യൂസറിൻ്റെ ID എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ള ID നമുക്ക് കിട്ടണം.
ഓക്കെ. അപ്പോൾ അത് നമ്മളെങ്ങനെയായിരുന്നു എടുത്തത്? കോൺസ്റ്റ് id ഈക്വൽ ടു req ഡോട്ട് പാരാംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ req ഡോട്ട് പാരാംസിലാണ് ഇവിടെ നമ്മൾ വേരിയബിളായിട്ട് സെറ്റ് ചെയ്ത സാധനങ്ങൾ കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ id എന്നുള്ള വേരിയബിളിനെ ഇതിലേക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ റിക്വസ്റ്റ് പാരാംസ് അത് കിട്ടി. എന്നിട്ട് ആ id ഉള്ള യൂസറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യൂസേഴ്സ് എന്നുള്ള അറേൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചാടി പോയിട്ട് എവിടെയാണോ ഈ പ്രെഡിക്കേറ്റ് മാച്ച് ആവുന്നത് അതിനാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ യൂസറിൻ്റെ id ഇവിടെ തന്ന ഐഡിക്ക് ഈക്വൽ ആണോ എന്നുള്ളത് നോക്കാം. ഇവിടെ ഇത് ട്രിപ്പിൾ ഈക്വൽ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഈക്വൽ ടു ഉണ്ട്, 3 ഈക്വൽ ടു ഉണ്ട്. 3 ഈക്വൽ ടുവിൻ്റെ പ്രത്യേകത 3 ഈക്വൽ ടു അത് ടൈപ്പ് അടക്കം മാച്ച് ചെയ്യുന്നുള്ളതാണ്. അതായത് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് 2 രൂപത്തിൽ ഈക്വൽ ടു ഉപയോഗിക്കാം. 2 ഈക്വൽ ടു ഉപയോഗിക്കാം, 3 ഈക്വൽ ടു ഉപയോഗിക്കാം. നമുക്ക് 2 ഈക്വൽ ടു ഉപയോഗിച്ച് സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം കേട്ടോ. ആദ്യം ഞാൻ കൊടുത്തു, ഞാൻ സേവ് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ തണ്ടർ ക്ലയൻറ്റിൽ വന്നു. നമ്മൾ യൂസേഴ്സ് എൻഡ് പോയിന്റിൽ നോക്കുമ്പോൾ നമ്മൾ 2 യൂസറിന് കിട്ടുന്നുണ്ട്. ഇനി യൂസേഴ്സ് /1 കൊടുത്തു നോക്കാം. അപ്പോൾ 1 ഉള്ള ആളെ മാത്രം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇനി 2 കൊടുത്തു നോക്കാം. അപ്പോൾ 2 ഉള്ള ആളെ മാത്രം കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം യൂസേഴ്സ് എന്നുള്ള എൻഡ് പോയിന്റ് ഉണ്ടാക്കി. ആ എൻഡ് പോയിന്റിൽ നമ്മൾ എല്ലാ യൂസേഴ്സിനെയും സേവ് ചെയ്ത് വെച്ച് ആ അറേനെ അങ്ങോട്ട് റെസ്പോൺസ് ആയിട്ട് കൊടുത്തു. അപ്പം ഫ്രണ്ട് എൻഡ് എന്ത് ചെയ്യാൻ പറ്റുക? ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇനി ഒരു പെർട്ടിക്കുലർ യൂസറിനെ മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ യൂസേഴ്സ് / എന്നിട്ടൊരു id 1 2 3 4 അങ്ങനെ ഒരു id. അപ്പോൾ അത് നമുക്ക് വാരിയബിൾ ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ id എന്നുള്ളൊരു റിക്വസ്റ്റ് പാരാമീറ്റർ ആയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ പാരാമീറ്ററിനെ ഇങ്ങോട്ട് എടുത്തു. അങ്ങനെ എടുക്കുക. req ഡോട്ട് പാരാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് പാരാമീറ്ററിൻ്റെ ഒബ്ജക്റ്റിന് കിട്ടും. ആ ഒബ്ജക്റ്റിന് id എന്നുള്ള പ്രോപ്പർട്ടി മാത്രം എടുക്കുകയാണ്. ഇത് നമ്മൾ ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിംഗ് എന്ന് വിളിക്കുക. അങ്ങനെ id എടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പോയിട്ട് ഇവിടെ കോൺസ്റ്റ് ഫൗണ്ട് യൂസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഫൗണ്ട് യൂസർ, അതായത് നമ്മൾ യൂസേഴ്സ് എന്നുള്ള അറേനകത്ത് നിന്ന് ചാടി ഇങ്ങനെ പോയിട്ട് ഇവിടെ തന്ന id ഉള്ള, അതായത് യൂസറിൻ്റെ id തന്ന ഐഡിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും? അതിന് ഇങ്ങോട്ട് തരും. അത് നമ്മൾ റെസ്പോൺസ് ആയിട്ട് കൊടുക്കും. ഓക്കെ. അത് കുറച്ചും കൂടെ ഒരു സിമ്പിളർ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താ id 1 കൊടുത്തു കഴിഞ്ഞാൽ 1 ഉള്ള ആളെ മാത്രം കിട്ടും, 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ഉള്ള ആളെ മാത്രം കിട്ടും, 3 കൊടുത്തു കഴിഞ്ഞാൽ 3 ഉള്ള ആളെ മാത്രം കിട്ടും. അങ്ങനെ കിട്ടുന്നുണ്ടല്ലേ? കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തൊക്കെയായി? ഗെറ്റ് 2 ആയി. അതായത് എല്ലാ യൂസേഴ്സിനെ കിട്ടാനും അതിനൊരു പെർട്ടിക്കുലർ യൂസറിനെ കിട്ടാനും പറ്റുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഞാൻ ഇതന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അതായത് യൂസേഴ്സ് എൻഡ് പോയിന്റിൽ തന്നെ ഗെറ്റ് റിക്വസ്റ്റ് അല്ല പോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ. അതായത് യൂസേഴ്സ് എൻഡ് പോയിന്റിൽ പോസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനാണ് വർക്ക്. ഇത് JSON റിട്ടേൺ എന്നൊക്കെ അവിടെ കെട്ടോ, അവിടെ കട്ടെ. നമുക്കൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിക്വസ്റ്റ് ബോഡി ഇങ്ങോട്ട് എടുക്കാം. അതായത് ഫ്രണ്ട് എൻഡ് എന്ത് ചെയ്യും? യൂസറിൻ്റെ യൂസർ നെയിമും ഇമെയിലും നമുക്ക് ഇങ്ങോട്ട് തരും റിക്വസ്റ്റ് ബോഡിയിൽ. അത് വെച്ചിട്ട് നമുക്കൊരു യൂസറിനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിനാദ്യം നമുക്ക് റിക്വസ്റ്റ് ബോഡിനകത്ത് നിന്ന് എന്ത് ചെയ്യാം? നമ്മളെ യൂസറിൻ്റെ എന്തൊക്കെ വേണം? നെയിമും ഇമെയിലും വേണം. ഓക്കെ. എവിടെ നിന്നാണ് കിട്ടുക? req ഡോട്ട് ബോഡി. അപ്പോൾ റിക്വസ്റ്റിൻ്റെ ബോഡി വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേലെ ഈ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. എന്നാലും മാത്രം റിക്വസ്റ്റ് ബോഡി നമുക്ക് എന്തെങ്കിലും സാധനം ഇങ്ങനെ ഡീസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നെയിമും ഇമെയിലും റിക്വസ്റ്റ് ബോഡിയിൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു യൂസറിനെ ഉണ്ടാക്കാം. ഓക്കെ. യൂസറിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റ് യൂസർ ഈക്വൽ ടു യൂസറിന് എന്തൊക്കെ പ്രോപ്പർട്ടികൾ? id ഉണ്ട്. അപ്പോൾ id നമ്മളങ്ങനെ എടുക്കുക. id ഇവിടുന്ന് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് മോശമല്ല. കാര്യം എന്താ വെച്ചാൽ ഫ്രണ്ട് എൻഡിന് അറിയില്ല എത്ര യൂസേഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് വാങ്ങുക എന്ന് പറയുന്നത് മോശമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ എത്ര യൂസേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? യൂസേഴ്സ് എന്നുള്ള ആ ഒരു അറേയുടെ ലെങ്ത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഇതിൽ 2 യൂസേഴ്സ് ഉള്ളെങ്കിൽ 2, 3 യൂസേഴ്സ് ഉള്ള 3. അപ്പം അടുത്ത ഒരു യൂസറിൻ്റെ id എന്താ വരിക? ഇതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ടാണ് അടുത്ത വരിക. ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ id 1, രണ്ടാമത്തെ ഇനി അടുത്ത വരികയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് എത്ര? ഇതിൽ 2 ആൾക്കാരാണ്. അപ്പം 2 + 1 3 ആണ് ഇനി അടുത്ത ആൾ വരേണ്ടത്. അപ്പോൾ അയാളുടെ id നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തു. ഇനി നെയിം നമുക്ക് നെയിം നെയിം എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഷോർട്ടായിട്ട് ജസ്റ്റ് നെയിം എന്ന് മാത്രം പറയാം. അതേപോലെ തന്നെ ഇമെയിലിന് നമുക്ക് എന്ത് ചെയ്യാം? ഇമെയിൽ ഇമെയിൽ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? ഇമെയിൽ എന്ന് മാത്രം പറയാം. അപ്പോൾ നമ്മളൊരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് ഇതിന് നമ്മളെ അറേയിലേക്കൊന്ന് ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യാം? യൂസേഴ്സ് ഡോട്ട് പുഷ് എന്ന് പറയാം. ഒരു അറേൻ്റെ ഉള്ളിലേക്ക് ഒരു പുതിയ സാധനത്തിന് ആഡ് ചെയ്യാൻ പുഷ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ. സാധനം പുഷ് ചെയ്തു. ഇനി നമുക്ക് ആ ക്രിയേറ്റ് ചെയ്ത യൂസറിനെ നമുക്കൊന്ന് റെസ്പോൺസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ റിട്ടേൺ res.json എന്നിട്ട് എന്ത് ചെയ്യാം? ആ ക്രിയേറ്റ് ചെയ്ത യൂസറിനെ നമ്മൾ റെസ്പോൺസ് ആയിട്ട് കൊടുത്തു. ഇനി നമുക്ക് നോക്കാം നടക്കണ്ടോ എന്നുള്ളത്.
അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, നമ്മളെ റിക്വസ്റ്റിൻ്റെ ബോഡിനകത്ത് നിന്ന്, അതായത് ഫ്രണ്ട് എൻഡ് അയച്ച സാധനങ്ങളിൽ നിന്ന് നമ്മൾ നെയിമും ഇമെയിലും പുറത്തേക്ക് എടുത്തു. എന്നിട്ട് പുതിയൊരു യൂസർ ഒബ്ജക്റ്റിന് ഉണ്ടാക്കി. ആ യൂസർ ഒബ്ജക്റ്റിന് എന്തൊക്കെ പ്രോപ്പർട്ടിയുള്ള ഐ ഡി ഉണ്ട്. ഐ ഡി നമ്മൾ കൊടുത്തത് എത്ര യൂസർ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഇവിടെ 2 യൂസറാണ്, ഇനി 3 3. അത് പ്ലസ് 1 അതായിരിക്കും നമ്മൾ ഐ ഡി. പിന്നെ നെയിമും ഇമെയിലും നമ്മൾ ആ എടുത്ത സാധനത്തിൽ നിന്ന് നേരെ കൊടുത്താണ്. എന്നിട്ട് ഈ ക്രിയേറ്റ് ചെയ്ത യൂസറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അറേൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ക്രിയേറ്റ് ചെയ്ത യൂസറിനെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ഒന്ന് യൂസേഴ്സിൽ പോയി നോക്കാം. അപ്പം ID 1 അലക്സ്, ID 2 ജോ ഉണ്ട്, വേറെ ആരുമില്ല. ഇനി നമുക്കതൊന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള രൂപത്തിൽ നമ്മൾ പോസ്റ്റ് ആക്കാം. എന്നിട്ട് ബോഡിയിൽ നമുക്ക് JSON-ആയിട്ട് 2 പ്രോപ്പർട്ടിയാണ് വേണ്ടത്. ഒന്ന് നെയിം. ഓക്കെ, നെയിം ഞാൻ ജാക്ക് എന്ന് കൊടുക്കുകയാണ്. അതേപോലെ ഇമെയിൽ ഞാൻ jack@gmail.com കൊടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് JSON-നകത്ത് കീ വാല്യൂ പെയർ കൊടുക്കുന്ന സമയത്ത് കീ എന്തായാലും സ്ട്രിങ് ആയിരിക്കണം, ഡബിൾ കോഡ്സ് ആയിരിക്കണം. അതില്ലെങ്കിൽ എറർ അടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, യൂസേഴ്സ് എന്നുള്ള എൻഡ് പോയിന്റിലേക്ക് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് പോസ്റ്റിൻ്റെ ബോഡിയിൽ നമ്മൾ JSON-ആയിട്ട് നെയിമും ഇമെയിലും പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ സെൻഡ് ചെയ്യണേ. ഈ സമയത്ത് പ്രോസസ്സ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം ജാക്കിന് എന്താ കിട്ടിയത്, 3ാമത്തെ ഒരു ID കിട്ടിയിട്ടുണ്ട്. ഇതും പേര് സെറ്റായിട്ടുണ്ട്, ഇമെയിൽ സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് യൂസേഴ്സ് എന്നുള്ള എൻഡ് പോയിന്റിൽ ഇത് ബോഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, 1ാമത്തത് അലക്സ്, 2ാമത്തത് ജോ, 3ാമത്തെ ജാക്കും വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കിനി എന്ത് ചെയ്യാം, പുതിയ യൂസറിനെ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇതിലെന്ത് ചെയ്യുക, ഗെറ്റ് മാറ്റി പോസ്റ്റ് ആക്കുക. എന്നിട്ട് ബോഡിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, പുതിയൊരു സാധനം കൊടുക്കുകയാണ്. നെയിം, ജില്ല്, എന്നിട്ട് ഇമെയിൽ gmail.com. ഓക്കെ, ഞാൻ സെൻഡ് ചെയ്യാണ്. സെൻഡ് ചെയ്യുന്ന സമയത്ത് അതും 4 ഓക്കെ ആണ്. ഓക്കെ, ജില്ല്@gmail.com സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ശരിയായിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്താൽ മതി. ഈ ബോഡി ഇവിടെ നിന്ന് കളഞ്ഞിട്ട് ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 അലക്സ്, 2 ജോ, 3 ജാക്ക്, 4 ജില്ല്. ഓക്കെയാണ്, സംഭവം സെറ്റാണ്. ഇവിടെ ഒരു കുഴപ്പമുള്ള എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു വാരിയബിളിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഓക്കെ, അതായത് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ മാത്രമേ ഈ വാരിയബിളിൻ്റെ വാല്യൂ സേവ് ആവുള്ളൂ. അതായത് ഞാനിപ്പോൾ ഇവിടെ ഈ സെർവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് സേവ് അടിച്ചാൽ തന്നെ സെർവർ റീസ്റ്റാർട്ട് ആയിക്കോളും. ഓക്കെ, സെർവർ റീസ്റ്റാർട്ട് ആവുകയാണ്. എന്നിട്ട് ഞാൻ വന്നിട്ട് നമ്മളെ യൂസേഴ്സ് എൻഡ് പോയിന്റിൽ വന്നു. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അലക്സും ജോവും ജാക്കും ജില്ലും ഉണ്ടേനും. ഒന്ന് റിക്വസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ റീസെറ്റ് ആയി. കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സേവ് ചെയ്ത സാധനം നമ്മളെ ഈ ഒരു വാരിയബിളിൻ്റെ അകത്താണ്. ഈ വാരിയബിളിൽ എപ്പോഴേ വാല്യൂ സ്റ്റോർ ചെയ്യുള്ളൂ, സെർവർ റൺ ചെയ്യുമ്പോൾ മാത്രമേ. സെർവർ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഇതിൻ്റെ വാല്യൂ റീസ്റ്റാർട്ട് ആവും. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ നമ്മളിങ്ങനെ അറേയിലേക്കൊന്നും അല്ല സ്റ്റോർ ചെയ്യുക, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡാറ്റാബേസിലേക്കൊക്കെയാണ് സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. തന്നെ നമുക്ക് ഈ ഡീഫോൾട്ട് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ ഒന്ന് കളയാം. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഓക്കെ, ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഒന്നും കൂടെ യൂസേഴ്സിന് നോക്കുകയാണ്. ഇപ്പോൾ യൂസേഴ്സ് ഒന്നുമില്ല. നമുക്കൊരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പോസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെയിം എന്ത് കൊടുക്കാം, അലക്സ് കൊടുക്കാം. അതേപോലെ തന്നെ ഇമെയിൽ alex@gmail.com കൊടുക്കുക. അവിടെ പോസ്റ്റ് റിക്വസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് 1 ID ഓട്ടോമാറ്റിക്കലി അസൈൻ ആയിട്ടുണ്ട്, നെയിമും ഇമെയിലും സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് HTTP സ്റ്റാറ്റസ് കോഡ് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് എന്താ, 200 എന്നുള്ള സ്റ്റാറ്റസ് കോഡ് കണ്ടിട്ടുണ്ട്. 200 ഓക്കെ ആണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനമാണ് 404 404 ഒരു സാധനം ഇല്ലെങ്കിൽ. ഇനി അതല്ലാത്ത കേസുകൾ കുറച്ചുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റഡ് എന്നും പറഞ്ഞിട്ട് ഉള്ളൊരു സ്റ്റാറ്റസ് കോഡ് ഉണ്ട് HTTPയിൽ, ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെ യൂസറിനെ ക്രിയേറ്റ് ചെയ്യണമല്ലോ, app.post വെച്ചിട്ട് യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ JSON കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റാറ്റസ് കോഡ് ഇപ്പോൾ കാണുന്ന എത്രയാണ്, 200 ആണ്. അപ്പോൾ ഞാനിവിടെ അത് മാറ്റിയിട്ട് സ്റ്റാറ്റസ് എന്താക്കാണ്, 201 ആക്കാണ്. ഓക്കെ, ഞാൻ സേവ് ചെയ്യാണ്. സേവ് ചെയ്തിട്ട് ഒന്നും കൂടെ പോസ്റ്റ് റിക്വസ്റ്റ് അടിച്ചു നോക്കാണ്. അപ്പോൾ ഉണ്ടോ എല്ലാം സെയിം ആണ്, വർക്കിംഗ് ഒക്കെ സെയിം ആണ്. പക്ഷേ സ്റ്റാറ്റസ് കോഡ് എന്താണ്, 201 ക്രിയേറ്റഡ്. അതായത് ബാക്ക് എൻഡിൽ ഒരു സാധനം പുതുതായിട്ട് ക്രിയേറ്റ് ആയത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റസ് കോഡാണ് 201. ഞാനിവിടെ ഇത് 2-3 വട്ടം അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ 5 വട്ടം ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ യൂസേഴ്സ് എൻഡ് പോയിന്റിൽ ഞാനൊരു ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാണാം 1 2 3 4 5 അലക്സ് എന്നുള്ള സാധനം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതാണ് നിൽക്കട്ടെ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സാധനം ക്രിയേറ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് കോഡ് എന്ത് ചെയ്യുക, 201 ആയിട്ട് സെറ്റ് ചെയ്യാം. ഡീഫോൾട്ടായിട്ട് സക്സസിൻ്റെ സ്റ്റാറ്റസ് കോഡ് 200 ആണ്. പക്ഷേ ഒരു സാധനം ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ 201 എന്നുള്ള രൂപത്തിലാണ് സെറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇവിടെ ഉള്ളൊരു കേസ് എന്താ വെച്ചാൽ
ഇവിടെ ഇപ്പോൾ users/1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അലക്സ് കിട്ടും. 2 കൊടുത്തു കഴിഞ്ഞാൽ 2ൽ ഇപ്പോൾ അലക്സിനാണ്, കാരണം നമ്മൾ 5 വട്ടം അലക്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 5 വരെ പോവാം. 5 കൊടുത്തു കഴിഞ്ഞാലും അലക്സിന് കിട്ടും. 6 കൊടുത്ത് എന്താ സംഭവിക്കുക? 6 കൊടുത്തൊക്കെ വെറുതെ 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 200 കിട്ടുന്നത്, പക്ഷേ കാലിയാണ്, എംറ്റിയാണ്, ഒന്നും കിട്ടണില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ 6 എന്നുള്ള ഒരു ID ഉള്ള സാധനം നമ്മൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് users.findൽ ഈ ID ഇവിടെ തന്ന ID ഉള്ള മാച്ച് ആവുന്ന യൂസറെ കിട്ടണം. പക്ഷേ 6 എന്നുള്ള ID ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഫൈൻഡ് എന്താ റിട്ടേൺ ചെയ്യുക? ഒന്നും റിട്ടേൺ ചെയ്യില്ല, കാര്യം ഒന്നിനെ കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതെന്താവുന്നത്? കാലിയായിട്ടിരുന്നത്. പക്ഷെ കാലിയായിട്ട് വന്നിട്ടും സ്റ്റാറ്റസ് 200 ഓക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മളിത് മാറ്റിയിട്ട് നമ്മൾ ഇതിനൊരു വാരിയബിളിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ഞാനിവിടെ ജസ്റ്റ് യൂസറിന് തന്നെ കൊടുക്കാം കേട്ടോ. ആ യൂസറിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ യൂസറിന് കിട്ടിയിട്ടില്ല എന്നിങ്ങനെ നോക്കാം. നമുക്കിവിടെ ഇഫ് ഇട്ട് കൊടുക്കാം. അതായത് യൂസർ ഇല്ലെങ്കിൽ, നോട്ട് യൂസർ എന്ന് വെച്ചാൽ യൂസറിന് വാല്യൂ ഇല്ലെങ്കിൽ, എംറ്റി വാല്യൂ അല്ലെങ്കിൽ അൺഡിഫൈൻഡ് വാല്യൂ ആണ് യൂസറിന് ഉള്ളെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ റിട്ടേണിൽ res.status എന്താക്കും? 404 അങ്ങോട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ JSON ആയിട്ട് എംറ്റി അല്ലെങ്കിൽ സെൻഡ് എന്ന് കൊടുത്താൽ മതി, എങ്ങനെയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, യൂസറിനെ കണ്ടുപിടിക്കും. users.find വെച്ചിട്ട് ഓരോ യൂസറിനെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കും. ആ യൂസറിൻ്റെ ID ഇവിടെ തന്ന ID ആണോ, ഇവിടെ തന്ന ID, അങ്ങനെ മാച്ച് ആവുന്ന ആളെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് യൂസർ എന്നുള്ള വാരിയബിളിലേക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ആ യൂസറിന് കിട്ടിയിട്ടില്ലെങ്കിൽ, അഥവാ ആ ID ഉള്ള യൂസർ ഇല്ലെങ്കിൽ ഈ ഫൈൻഡ് എന്താ റിട്ടേൺ ചെയ്യുക? ഒരു എംറ്റി വാല്യൂ ആണ്, നള്ളാണ് റിട്ടേൺ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യൂസർ ഇല്ലെങ്കിൽ ഈ ഈഫ് വർക്കാവും. ഈഫിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? സ്റ്റാറ്റസ് കോഡ് 404 ആക്കിയിട്ട് അങ്ങോട്ട് അയക്കുക ചെയ്യുന്നത്. 404 അയച്ചു കഴിഞ്ഞാൽ അവിടെ മീനിങ് എന്താ? 404 എന്ന് വെച്ചാൽ നോട്ട് ഫൗണ്ട് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നമുക്കിനി ഒന്ന് ഇത് ഞാൻ സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമ്മളെ ഇവിടെ തുറന്നു നോക്കാം. എന്നിട്ട് ഞാനിവിടെ ഒന്ന് അലക്സിന് ക്രിയേറ്റ് ചെയ്യാണ്. 1 ക്രിയേറ്റ് ചെയ്ത് ഞാൻ 2-3 വട്ടം ക്രിയേറ്റ് ചെയ്യാണ്, ഒരു 3 വട്ടം ക്രിയേറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 വട്ടം അലക്സ് ക്രിയേറ്റ് ആയി കാണാം. ഇനി ഞാൻ users/1 കൊടുത്തു കഴിഞ്ഞാൽ അലക്സിന് കിട്ടും, 2 കൊടുത്തു കഴിഞ്ഞാൽ അലക്സിന് കിട്ടും. കാര്യം 3 വരെ നമ്മൾ അലക്സിനെ വെറുതെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 4 കൊടുത്തു നോക്കാം. നമുക്കറിയാം 4 എന്നുള്ളൊരു ID യിൽ ഇപ്പോൾ യൂസർ ഇല്ല. നേരത്തെ ആണെങ്കിൽ ഈ 4 എന്നുള്ള ID യിൽ നമ്മൾ റിക്വസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ യൂസർ ഇല്ലേ എംറ്റി ആയിട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ സ്റ്റാറ്റസ് 200 തന്നെയായിരുന്നു. ഇപ്പം നോക്കാം. അപ്പോൾ കണ്ടോ, 4 കൊടുത്തപ്പോൾ എംറ്റി ആണ്. അത് മാത്രമല്ല 404 നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? സ്റ്റാറ്റസ് കോഡ് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുക്കണം. ഒരു സാധനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 404 ആയിട്ട് പറയണം കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് സ്റ്റാറ്റസ് കോഡ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്? യൂസേഴ്സിന് കിട്ടുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ യൂസറിന് കിട്ടുന്നുണ്ട്, ഇനി യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ യൂസറിനെ ആയിരിക്കും ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം users/ ആ യൂസറിൻ്റെ ID, അതായത് ഇപ്പോൾ നമുക്കൊരു യൂസർ ID 4 ഉള്ള ആളെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻഡ് പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡിലീറ്റ് റിക്വസ്റ്റ് കൊടുക്കുക ചെയ്യാം. ഓക്കെ, ഇനി 5 എന്നുള്ള ആൾ, 1 എന്നുള്ള ആൾ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ യൂസറിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ users/ ആ യൂസറിൻ്റെ IDയിൽ പോയിട്ട് ഒരു ഡിലീറ്റ് റിക്വസ്റ്റ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ഈ ഗെറ്റ് റിക്വസ്റ്റ് അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ഇവിടെ താഴെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഗെറ്റ് ചെയ്ത് ഞാനിത് ഡിലീറ്റ് നോക്കുകയാണ്. അപ്പോൾ users/ യൂസറിൻ്റെ IDയിലേക്ക് ഡിലീറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യേണ്ട പ്രോസസ്സൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് ഗെറ്റ് റിക്വസ്റ്റിൻ്റെ സാധനമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസറിനെ കണ്ടുപിടിക്കുന്നു. യൂസർ ഇല്ലെങ്കിൽ 404 കൊടുക്കുന്നു, യൂസർ ഉണ്ടെങ്കിൽ ആ യൂസറിനെ കൊടുക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യൂസർ ഉണ്ടെങ്കിൽ ആ യൂസറിനെ ഡിലീറ്റ് ചെയ്യണം. അതായത് നമ്മളെ അറേനകത്തുനിന്ന്, നമ്മളെ യൂസേഴ്സ് എന്നുള്ള അറേനകത്തുനിന്ന് ആ ഒരു പെർട്ടിക്കുലർ ID ഉള്ള യൂസറിനെ റിമൂവ് ചെയ്യണം. അറേനകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഇപ്പോൾ നമ്മൾ കോൺസ്റ്റ് ആയിട്ട് കൊടുത്തത് ഞാൻ വാറായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വാറും കോൺസ്റ്റും നമ്മൾ വ്യത്യാസം എന്താ വെച്ചാൽ, കോൺസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അറേനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് യൂസേഴ്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റാൻ പറ്റില്ല. ഇതിനുള്ളിലുള്ള വാല്യൂ നമുക്ക് പുഷും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെയൊക്കെ ചെയ്യാം. പക്ഷെ ഇതിൻ്റെ എൻ്റയർ സാധനത്തിനെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് കോൺസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അത് പറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ വാറ് കൊടുക്കുകയാണ്. ഇവിടെ താഴെ വന്നിട്ട് ഇനി നമുക്ക് വേണമെന്ന് വെച്ചാൽ നമ്മളെ യൂസേഴ്സ് എന്നുള്ള അറേനെ മാറ്റണം. എങ്ങനെ മാറ്റാം? users.filter ചെയ്യണം. അതായത് യൂസേഴ്സ് എന്നുള്ള അറേയിലുള്ള എല്ലാ എലമെൻറ്റ്സും നമുക്ക് വേണ്ട. ഏത് എലമെൻറ്റ് വെച്ച് നമ്മളെ പെർട്ടിക്കുലർ ഈ ID ഉള്ള എലമെൻറ്റ്, അതായത് ഈ ഒരു ID ഉള്ള എലമെൻറ്റ് ഒഴിച്ച്, ഇപ്പോൾ ഞാൻ ഇതിവിടെ കോപ്പി ചെയ്തിട്ട് ID ഈക്വൽ ടു ഉള്ളതിന് നേരെ നോട്ട് ഈക്വൽ ടു ആക്കി. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു അറേനകത്തുനിന്ന്, അഥവാ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് users/1 ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്, അല്ലെങ്കിൽ 2 ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
യൂസേഴ്സ് ഡോട്ട് ഫിൽറ്റർ ഈ സാധനം വർക്ക് ചെയ്ത് എന്താ സംഭവിക്കുക വെച്ചാൽ ഈ യൂസേഴ്സ് എന്നുള്ള അറയിൽ കൂടെ ഇങ്ങനെ ചാടി പോയിട്ട് ID 2 അല്ലാത്ത എല്ലാവരെയും ഇങ്ങോട്ട് എടുക്കും. അപ്പം യൂസർ ID നോട്ട് ഈക്വൽ ടു ID എന്ന് വെച്ചാൽ ആ ID മാച്ച് ആവാത്ത ആൾക്കാരെല്ലാം എടുക്കും. അപ്പോൾ 2 ഉള്ള ആളും മാത്രം വരില്ല. അപ്പോൾ 2 ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിലേക്ക് തന്നെ എത്തും. അതായത് നമ്മൾ ആ പെർട്ടിക്കുലർ ID ഉള്ള ആളെ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാവരെയും റിട്ടേൺ ചെയ്യും. അതാണ് നമ്മളോട് ചെയ്യുന്നത് യൂസേഴ്സ് ഡോട്ട് ഫിൽറ്റർ. ഇപ്പോൾ അറേൻ്റെ മാപ്പ് ഫിൽറ്റർ മെത്തേഡൊക്കെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മളിവിടെ അവസാനമായിട്ട് റെസ്പോൺസിൽ ഇനി JSON ആയിട്ട് ഇങ്ങനെ യൂസറിനെ കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ കുറച്ച് എന്ത് ചെയ്യാം, റെസ്പോൺസിനകത്ത് നമുക്ക് സ്റ്റാറ്റസ് കോഡ് 204 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാറ്റസ് കോഡ് ഉണ്ട്. അതിന് മീനിങ് എന്താ വെച്ചാൽ പ്രോസസ്സിങ് നടന്നിട്ടുണ്ട്, പക്ഷേ ഔട്ട്പുട്ടായിട്ട് ഡാറ്റ ഒന്നുമില്ല. അത് നമ്മളൊരു ഡിലീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഡാറ്റ ഒന്നുമില്ല, അയാളെ കളയുകയാണല്ലോ, അതിൽ പുതിയ ഔട്ട്പുട്ടായിട്ടൊന്നും കാണിക്കാനില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് കോഡ് 204 കൊടുക്കണം, എന്നിട്ട് തന്നെ സെൻഡ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ടോട്ടൽ API എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ നമ്മളെ യൂസേഴ്സ് എൻഡ് പോയിന്റിൽ ഒരു ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഒരു യൂസറും ഇല്ല, അതുകൊണ്ട് കാലിപ്പട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കണം. ഇവിടെ ബോഡിയിൽ JSON ഓൾറെഡി ഉണ്ട് കേട്ടോ. പോസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഒരു യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അലക്സ് പോലെ തന്നെ ജാക്കും കിടക്കട്ടെ, അതേപോലെ ജില്ലും കിടക്കട്ടെ. അപ്പോൾ 3 യൂസേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ കാണാം, ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാണാം. ഒന്നാമത്തെ അലക്സ്, രണ്ടാമത്തെ ജാക്ക്, മൂന്നാമത്തെ ജില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്നാമത്തെ യൂസറിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ /1 കൊടുക്കും. /1 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ആളെ കിട്ടി, 2 കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളെ കിട്ടി, 3 കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ആളെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ മൂന്നാമത്തെ ആളൊന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിവിടെ ഗെറ്റ് റിക്വസ്റ്റ് മാറ്റിയിട്ട് ഞാൻ ഡിലീറ്റ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്, എന്നിട്ട് ഞാൻ സെൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ സംഭവം വർക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് 204 നമ്മൾ നോ കണ്ടൻറ്റ് എന്നുള്ളൊരു സ്റ്റാറ്റസ് കോഡാണ്. ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഔട്ട്പുട്ടായിട്ടൊന്നുമില്ല, പ്രോസസ്സിങ് നടന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. നമുക്കിവിടെ ഒന്ന് എല്ലാ യൂസേഴ്സിനും നോക്കാം. ഒന്നാമത്തെ അലക്സ് ഉണ്ട്, രണ്ടാമത്തെ ജാക്ക് ഉണ്ട്, മൂന്നാമത്തെ ജില്ല് പോയില്ലേ, മൂന്നാമത്തെ പോയി. നമുക്ക് അലക്സിനെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അലക്സിനെ ഡിലീറ്റ് ചെയ്യാൻ യൂസേഴ്സ് /1 ഒരു ഡിലീറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അലക്സ് ഡിലീറ്റ് ആയി. ഓക്കെ, 204 വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും കിട്ടുന്ന എൻഡ് പോയിന്റിൽ ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ID 2 ഉള്ള ജാക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇല്ലാത്തൊരു ID ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 4 എന്നുള്ളൊരു ID ഉള്ള ഒരാളെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ഡിലീറ്റ് റിക്വസ്റ്റ് കൊടുത്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരാളില്ലാത്തതുകൊണ്ട് 404 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഗെറ്റ് ചെയ്യാൻ പറ്റി, പോസ്റ്റ് ചെയ്യാൻ പറ്റി, ഡിലീറ്റ് ചെയ്യാൻ പറ്റി. നമുക്കൊരു യൂസറിനെ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒന്നാമത്തെ യൂസറിനെ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതായത് ഒന്നാമത്തെ യൂസർ ഒരാൾ ജില്ലാണ്, ജില്ലിൽ എനിക്ക് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു റൗട്ടിലേക്ക് നമ്മൾ പാച്ച് റിക്വസ്റ്റ് ആണ് കൊടുക്കുക. ഓക്കെ, ഈ ഒരു റൗട്ടിലേക്ക് പാച്ച് റിക്വസ്റ്റ്. അപ്പോൾ നമുക്ക് കോഡിൽ സെറ്റ് ചെയ്യാം. കോഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പോസ്റ്റ് റിക്വസ്റ്റ് മാറി തന്നെ ഞാൻ അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് യൂസേഴ്സ് / ഒരു യൂസറിൻ്റെ ID-യിലേക്കാണ് റിക്വസ്റ്റ് വേണമെന്ന് ID എടുക്കുകയാണ്. നമുക്ക് ID കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ഡോട്ട് പാരാമീറ്റേഴ്സ് എടുക്കാം. അപ്പോൾ ഞാൻ ID ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ID എടുത്തു. എന്നിട്ട് എന്താണ് REQ ഡോട്ട് പാരാമീറ്റേഴ്സ് നമുക്ക് ID കിട്ടും. അപ്പോൾ യൂസറിൻ്റെ ID കിട്ടി, എഡിറ്റ് ചെയ്യാനുള്ള യൂസറിൻ്റെ ID കിട്ടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് എന്ത് ചെയ്യണം, ഒന്നാമത്തെ ID ഉള്ള ആളുടെ പേര് ജില്ലെന്ന് മാറ്റിയിട്ട് ഒലക്കാന്നാക്കണം വിചാരിച്ചു. അപ്പോൾ അതൊരു എഡിറ്റിംഗ് ആണ്, ഒരു പാച്ച് വർക്കാണ്. പാച്ച് വർക്കാണെന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ നെയിം എന്നുള്ള പ്രോപ്പർട്ടി മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാച്ച് റിക്വസ്റ്റ് ആണ് എടുക്കുക. റിക്വസ്റ്റിൻ്റെ ടൈപ്പ് ഇങ്ങനെയാണ്, യൂസേഴ്സ് / ഒരു യൂസറിൻ്റെ ID എൻഡ് പോയിന്റിലേക്കാണ്. അപ്പോൾ അത് നമ്മൾ അതേപോലെ സെറ്റ് ചെയ്യും. യൂസേഴ്സ് / യൂസറിൻ്റെ ID എൻഡ് പോയിന്റിലേക്ക് നമ്മളൊരു പോസ്റ്റിന് വരെ നമ്മൾ എന്താക്കും, പാച്ച് ആക്കും. അപ്പോൾ പാച്ച് റിക്വസ്റ്റ് പോകും. പാച്ച് റിക്വസ്റ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ID കിട്ടണം. ID കിട്ടി, ഇനി നമുക്ക് ആ ID ഉള്ള ആളെ ഇങ്ങോട്ട് എടുക്കണം. ഇത് ഇപ്പോൾ ഇവിടെ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ നിങ്ങൾ തൽക്കാലത്തേക്ക് മൈൻഡ് ആക്കണം. ID ഉള്ള ആളെ നമുക്ക് എടുക്കണം. ഓക്കെ, ID ഉള്ള ആളെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഇതാണ്, നേരത്തെ ഈ ഒരു പ്രോസസ്സ് എന്താണോ അത് തന്നെ ചെയ്താണ്. അപ്പോൾ ഇതും ഈ 2 ലൈനും ഇങ്ങോട്ട് എടുക്കാം. അതായത് ID ഉള്ള ആളെ നോക്കി കണ്ടുപിടിക്കുകയാണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്, യൂസേഴ്സ് എന്നുള്ള അറയിൽ കൂടെ ഇങ്ങനെ ചാടിപ്പെട്ട് ഓരോ എലിമെൻറ്റും മേലും ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്ത് വെച്ച് നോക്കും. എന്നിട്ട് ഇത് മാച്ച് ആവുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ യൂസറിലേക്ക് കൊടുക്കും. അയാളൊന്നും ഇല്ലെങ്കിൽ ഇത് empty ആയിരിക്കും. അതുകൊണ്ട് തന്നെ empty ആണെങ്കിൽ നമ്മൾ എന്താണ് 404 കൊടുക്കണം. ഓക്കെ, അപ്പോൾ യൂസറിന് കിട്ടി. ഇനി നമുക്ക് യൂസറിൻ്റെ പ്രോപ്പർട്ടീസ് മാറ്റണം. അപ്പോൾ മാറ്റാനുള്ള പ്രോപ്പർട്ടീസ് നമ്മളിവിടെ റിക്വസ്റ്റിൻ്റെ ബോഡിയിലാണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ എനിക്ക് ഒന്നാമത്തെ ID ഉള്ള ആളുടെ പേര് ഇപ്പോൾ ജില്ലാണ്, അയാളുടെ പേര് ഒലക്കാന്നാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു റിക്വസ്റ്റിൻ്റെ ബോഡിനകത്ത്, അതായത് റിക്വസ്റ്റിൻ്റെ ബോഡി നമ്മൾ JSON ആയിട്ട് എന്ത് ചെയ്യും, നെയിം ഒലക്കാന്ന് കൊടുക്കും. ഓക്കെ, നമുക്ക് ഇയാളുടെ ഇമെയിലും കൂടെ മാറ്റണമെങ്കിൽ ഇതിലെന്ത് ചെയ്യും, ഇമെയിൽ ഇതേപോലെ തന്നെ കൊടുക്കും. ഇമെയിൽ olaka@gmail.com എന്ന് എന്തെങ്കിലും കൊടുക്കും. അതായത് നെയിമും ഉണ്ടാവാം, ഇമെയിലും ഉണ്ടാവാം, അല്ലെങ്കിൽ ഒന്ന് മാത്രം ഉണ്ടാവാം, എങ്ങനെ വേണമെങ്കിലും വരാം കേട്ടോ. ഓക്കെ, അത് നമുക്ക് സെറ്റ് ചെയ്യാം.
അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് നെയിമും ഇമെയിലും എടുക്കണം. ഓക്കെ, നെയിം കോമ ഇമെയിൽ അതെവിടെ നിന്ന് എടുക്കാം? റിക്വസ്റ്റിൻ്റെ ബോഡിയിൽ നിന്ന്. ഓക്കെ, എടുത്ത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നെയിം ഉണ്ടോ നോക്കാം. ഓക്കെ, നെയിം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂസറിൻ്റെ നെയിം എന്താക്കണം? ഇവിടെ തന്ന നെയിമായിട്ട് മാറ്റണം. യൂസറിൻ്റെ നെയിം ഇവിടെ തന്ന നെയിമായിട്ട് മാറ്റണം. നമ്മൾ എന്താ ചെയ്തത്? റിക്വസ്റ്റിൻ്റെ ബോഡിയിൽ നിന്ന് നെയിമും ഇമെയിലും ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് നെയിം ഉണ്ടെങ്കിൽ, ആ നെയിം ഇല്ലാത്ത കേസിലാണെങ്കിൽ ഇവിടെ ഈ വാല്യൂ എന്താ കിട്ടുക? നൾ വാല്യൂ ആണ് കിട്ടുക, അൺഡിഫൈൻഡ് ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് നെയിം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് നെയിം ഉണ്ടെങ്കിൽ നമ്മൾ യൂസറിൻ്റെ നെയിം ഈ നെയിമായിട്ട് മാറ്റാണ്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇമെയിൽ ഉണ്ടെങ്കിൽ ആ യൂസറിൻ്റെ ഇമെയിൽ ആ ഇമെയിലായിട്ട് മാറ്റാണ്. ഓക്കെ, ഇമെയിലായിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ യൂസറിൻ്റെ നെയിമും ഇമെയിൽ ചേഞ്ച് ചെയ്തിട്ട് ഇമെയിൽ. ഇനി നമുക്ക് ആ യൂസറിനെ തിരിച്ച് ആ ഒരു പൊസിഷനിൽ തന്നെ കൊണ്ടുപോയി വെക്കണം. ഇതിപ്പോൾ നമ്മളിവിടെ ഒബ്ജക്റ്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് കാര്യമില്ല, നമ്മൾ അറേനകത്ത് കൊണ്ടുപോയിട്ട് ആ യൂസറിനെ തിരിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ വെക്കണമെങ്കിൽ ആ യൂസറിൻ്റെ പൊസിഷൻ കിട്ടണം. ഓക്കെ, അപ്പോൾ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് എന്താണ് കൊടുക്കുകയാണ്. എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ അറേൻ്റെ പേര് പറയും യൂസേഴ്സ്. എന്നിട്ട് അതിൽ നമുക്ക് ഫൈൻഡ് ഇൻഡെക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അറേനകത്ത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണിത്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ കൊടുത്ത സെയിം പ്രെഡിക്കേറ്റ് തന്നെ യൂസ് ചെയ്യുക. അതായത് യൂസറിൻ്റെ ഐ ഡി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ ഫൈൻഡിന് പകരം ഫൈൻഡ് ഇൻഡെക്സ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫൈൻഡ് ആണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനാണ് തരിക. അതായത് ആ അറേനകത്ത് ഈ ഒരു സാധനം മാച്ച് ആകുന്ന ഒബ്ജക്റ്റിനാണ് തരിക. ഫൈൻഡ് ഇൻഡെക്സ് ആകുമ്പോൾ എന്താ തരിക? ആ ഒരു അറേനകത്ത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻഡെക്സ് ആണ് തരിക, പൊസിഷനാണ് തരിക. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻഡെക്സ് വെച്ചിട്ട് മാറ്റിയാൽ പോരെ. അതായത് നമ്മളെ യൂസേഴ്സ് എന്നുള്ള അറയിൽ ഈ ഇൻഡെക്സിൽ ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ യൂസറിന് കൊടുക്കാം. അപ്പോൾ ഈ യൂസറിന് കൊടുക്കാനുള്ള റീസൺ വെച്ചാൽ ഇവിടെ ഈ യൂസറിൻ്റെ എന്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്? നെയിമും ഇമെയിലും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്തു. മോഡിഫൈ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിനി അയാളെ റിട്ടേൺ ചെയ്യാം. റിട്ടേൺ എന്ത് ചെയ്യാം? RE ആയിക്കോട്ടെ JSON ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ യൂസറിനെ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. നമ്മൾ എന്ത് ചെയ്തു? പാച്ച് റിക്വസ്റ്റ് ആണ് വരുന്നത്. users/1 അല്ലെങ്കിൽ users/2 3 4 അങ്ങനെ പാച്ച് റിക്വസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആ പാച്ച് റിക്വസ്റ്റ് ആണ് അതിലുള്ള ID യൂസർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ID നമ്മളെ റിക്വസ്റ്റ് പാരാമീറ്റർ നിങ്ങൾ എടുക്കണം. അങ്ങനെ എടുത്തു. എന്നിട്ട് ആ യൂസറിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നമ്മളെ യൂസേഴ്സ് എന്നുള്ള അറേ കൂടെ ഇങ്ങനെ ചാടി പോയിട്ട് ആ ID മാച്ച് ആവുന്ന യൂസറിനെ കണ്ടുപിടിക്കുകയാണ്. ആ യൂസർ ഇല്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യാണ്? 404 സ്റ്റാറ്റസ് കൊടുക്കുകയാണ്. ഇനി ഉണ്ടെങ്കിലാണ് ബാക്കി സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുള്ളൂ. ഉണ്ടെങ്കിൽ നമ്മൾ നെയിമും ഇമെയിലും റിക്വസ്റ്റ് ബോഡിൽ നിന്നിട്ട് എടുക്കും. എന്നിട്ട് യൂസർ ചിലപ്പോൾ നെയിം തന്നിട്ടുണ്ടാകും, ചിലപ്പോൾ ഇമെയിൽ തന്നിട്ടുണ്ടാകും, ചിലപ്പോൾ നെയിം മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ ഇമെയിൽ മാത്രമേ, അങ്ങനത്തെ കേസുകളുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ കണ്ടീഷനിൽ കൊടുത്തത്. അതായത് നെയിം ഉണ്ടെങ്കിൽ മാത്രം യൂസറിൻ്റെ പേര് പുതിയ പേരായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, ഇമെയിൽ ഉണ്ടെങ്കിൽ മാത്രം യൂസറിൻ്റെ ഇമെയിൽ പുതിയ ഇമെയിലായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആ യൂസർ ഒബ്ജക്റ്റിനെ തിരിച്ച് നമ്മൾ അറയിലേക്ക് തന്നെ കൊണ്ടുപോയി വെക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ആ അറയിലെ ആ യൂസർ ഒബ്ജക്റ്റിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് എവിടെയാണ് കണ്ടുപിടിക്കണം. നമ്മൾ users.find മാതിരി തന്നെ ഫൈൻഡ് ഇൻഡെക്സ് വിളിക്കുക. എന്നിട്ട് ആ ID മാച്ച് ആവുന്ന യൂസറിൻ്റെ ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ഇൻഡെക്സിലുള്ള യൂസറിനെ നമ്മൾ ഇപ്പോഴുള്ള യൂസർ, അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, സേവ് ചെയ്തു ഞാൻ. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഒന്ന് യൂസേഴ്സ് എൻഡ് പോയിന്റിൽ ഒന്ന് ജസ്റ്റ് ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൽ ഒരു യൂസറും ഇല്ല. ഇനി നമുക്കൊന്ന് പോസ്റ്റ് റിക്വസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെയിം ജാക്ക്, ഇമെയിൽ jacket@gmail.com. അപ്പോൾ നമ്മൾ ജാക്കിനെ ഉണ്ടാക്കി. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്? jill@gmail.com ഉണ്ടാക്കി, കുഴപ്പമില്ല. ഇനി നമ്മളിവിടെ വന്നിട്ട് ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ID ജാക്ക് ഉണ്ട്, രണ്ടാമത്തെ ID ജില്ലുണ്ട്. എനിക്ക് എന്ത് ചെയ്യണം? ജില്ലിൻ്റെ പേര് J ക്യാപിറ്റലാക്കണം വിചാരിച്ചു. നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് പാച്ച് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ജില്ലിൻ്റെ ID എത്ര? 2 ആണ്. 2ലേക്ക് ഒരു പാച്ച് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ ഇമെയിൽ നമുക്ക് എഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇമെയിൽ ഞാൻ കൊടുക്കണില്ല, പേര് മാത്രം എന്ത് ചെയ്യണം? ജില്ല് J ക്യാപിറ്റലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ സെൻഡ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം റെസ്പോൺസ് വന്നിട്ടുണ്ട് 200 ഓക്കെയാണ്. പേര് എന്തായിട്ടുണ്ട്? ക്യാപിറ്റലായിട്ടുണ്ട്. നമുക്ക് മാറിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഗെറ്റ് റിക്വസ്റ്റ് ഒന്ന് നമ്മുടെ യൂസേഴ്സ് എൻഡ് പോയിന്റിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ജാക്ക് കുഴപ്പമില്ല, രണ്ടാമത്തെ ജില്ലിൻ്റെ നോക്കി J ക്യാപിറ്റലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ എന്ത് ചെയ്യാം? എഡിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ജാക്കിൻ്റെ പേര് ഒലക്കാൻ നോക്കണം, ജാക്കിൻ്റെ ഇമെയിൽ ഒലക്ക@gmail.com ആക്കണം. അപ്പോൾ users/ജാക്കിൻ്റെ ID എത്ര? 1. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പാച്ച് റിക്വസ്റ്റ് കൊടുക്കാം. എന്നിട്ട് അതിൽ നെയിം ഒലക്കാന്നും അതേപോലെ തന്നെ ഇമെയിൽ ഒലക്ക@gmail.com ആക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ സെൻഡ് കൊടുക്കുകയാണ്. അപ്പം അത് മാറിയിട്ടുണ്ട്, ഓക്കെ ആണ്. ഇനി ഞാനിവിടെ വന്നിട്ട് നമ്മളെ ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. കണ്ടോ?
ഒന്നാമത്തത് നേരത്തെ ജാക്കായിരുന്നു, ജാക്ക് മാറി ഒലക്കായി എഡിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പാച്ച് റിക്വസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്, നമ്മളിപ്പോൾ യൂസേഴ്സ്/4 ഒരാളാണ് എഡിറ്റ് ചെയ്യാൻ വിചാരിച്ച് നോക്കി കഴിഞ്ഞാൽ നടക്കില്ല. കാര്യം 404 നോട്ട് ഫൗണ്ട് അടിക്കും. കാര്യം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിവിടെ ആദ്യം യൂസറിനെ പാച്ച് റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഐഡിയിലുള്ള യൂസർ ഉണ്ടോ നോക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 404 അടിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാം. ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് DB ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സിമ്പിളറാണ്. ഇവിടെ നിങ്ങൾ ആകെ എക്സ്ട്രാ ആയിട്ട് ഫൈൻഡ് ഇൻഡെക്സും മാത്രമേ എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. ഫൈൻഡ് എന്ന് വെച്ചാൽ ഒരു അറേനകത്ത് നിന്ന് ഒരു ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഈ ഒരു ഫംഗ്ഷൻ എല്ലാ ഒബ്ജക്റ്റും മേലെ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചു, എന്നിട്ട് ഇത് ട്രൂ ആവുന്ന ആളെ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു വേരിയബിളിലേക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ എംപ്റ്റി ആയിരിക്കും കേട്ടോ. ഈ ഫൈൻഡ് ഇൻഡെക്സ് ആണെങ്കിലോ ഈ ഒരു ഫംഗ്ഷൻ എല്ലാ ഒബ്ജക്റ്റും മേലെ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചു നോക്കും, എന്നിട്ട് ട്രൂ ആവുന്ന ആളുടെ ഇൻഡെക്സ് ആണ് റിട്ടേൺ ചെയ്യുക, ഫൈൻഡ് ഇൻഡെക്സ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ യൂസറിനെ മാറ്റി ഈ യൂസറിനെ വെച്ച് കൊടുക്കാം, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു, അതായത് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തു, റീഡ് ചെയ്തു, ഒരു യൂസറിന് റീഡ് ചെയ്തു, എല്ലാ യൂസറിനെ റീഡ് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു, അതായത് നമ്മൾ പാച്ച് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തു, അത് മാത്രമല്ല ഡിലീറ്റും ചെയ്തു. അപ്പോൾ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഈ പ്രോസസ്സ് നമ്മൾ യൂഷ്വലി CRUD ഓപ്പറേഷൻ എന്ന് വിളിക്കാം. അതായത് നമ്മൾ ബാക്ക് എൻഡ് ഉണ്ടാകുന്ന സമയത്ത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനമാണ് നമ്മൾ ഓവർ ആൻഡ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെജോറിറ്റി കേസിൽ ഈ ഒരു സംഭവമാണ് ഓവർ ആൻഡ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചിലപ്പോൾ ഡാറ്റാബേസിലേക്കായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനത്തിലേക്കായിരിക്കും ചെയ്യുക. അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറും. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്ന പ്രോസസ്സ് സെയിം ആണ്. ഓക്കെ.